കുഞ്ഞിന്റെ ജീവിത സാഹചര്യം അത് കണ്ടിരുന്നോ? അവൻ അച്ചമ്മയ്ക്കൊപ്പം എവിടെയാണ് കിടന്നുറങ്ങിയത് എന്ന് കണ്ടിരുന്നോ? മണ്ണ് മാത്രം നിറച്ച നിലത്ത് ആസ്പെറ്റോസ് ഷീറ്റ് വിരിച്ച ഒരു കുഞ്ഞു വീട്. അത് വീടാണെന്ന് പോലും വിളിക്കാനാകുമോ? ഇല്ല. അവിടെ കനത്ത ചൂട് താങ്ങാനാവാതെ നിലത്ത് കിടന്നുറങ്ങിയ ആ കുഞ്ഞിനെ മൂർഖൻ പാമ്പ് കടിച്ചു. ആ കുഞ്ഞു ദീക്ഷിൽ നമ്മുടെ കൺമുന്നിൽ മരിച്ചു. നിരവധി ഭവന പദ്ധതികളുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ വീടുകൾ വർഷാവർഷം വെച്ചു കൊടുക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് അത് സ്വന്തം ക്രെഡിറ്റിലാക്കാനുള്ള ശ്രമമാണ് സർക്കാരും പാർട്ടികളുമെല്ലാം നടത്തുന്നത്. എന്നിട്ടും കുടിയടപ്പ് കിട്ടിയ 5 സെന്റിൽ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ആ കുഞ്ഞു മരിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യങ്ങളുണ്ട്. അതിദാരിദ്ര്യമുക്തമെന്നും അടിസ്ഥാന വികസനത്തിൽ കേരളം ഒന്നാമതെന്നും എല്ലാം വീമ്പ് പറയുന്ന അതേ കേരളത്തിൽ തന്നെയാണ് സുരക്ഷിതമായ പാർപ്പിടമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മരിച്ചു വീഴുന്നത്. അതിദാരിദ്ര്യമുക്തം എന്ന് പറഞ്ഞും ലൈഫിൽ പാർപ്പിടം വെച്ച് നൽകിയെന്നും വലിയ തോതിൽ പ്രചരണവും തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ ദുരന്തവും അധികാരവർഗം കണ്ണു തുറന്ന് കാണേണ്ടിയിരിക്കുന്നു. ഒരു സമൂഹത്തിന്റെ ഭാവി ആരുടെ കയ്യിലാണ്? അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലാണ്, അല്ലേ? ആ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഏത് വികസനത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ വീമ്പ് കൊള്ളേണ്ടത് എന്നതാണ് ചോദ്യം. അവകാശങ്ങൾ ലഭ്യമാകേണ്ടവർ പലരും ഇന്നും തഴയപ്പെടുന്നു. വേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. ദീക്ഷിലിന്റെ കുടുംബത്തിന്റെ കാര്യം മാത്രമല്ല ഇത്. കേരളത്തിൽ പലയിടത്തും ഇത് തന്നെയാണ് മനുഷ്യരുടെ അവസ്ഥ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എടുത്തു പറയേണ്ടതാണല്ലോ ആശുപത്രികൾ. പൊതു ആരോഗ്യം മികച്ചതാണെന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുകയും വേണം. കുഞ്ഞിനെ പാമ്പ് കടിച്ച സമയത്ത് ആ കുടുംബം എവിടേക്കാണ് ഓടിയെത്തിയത്? താലൂക്ക് ആശുപത്രിയിൽ. എന്നിട്ടോ 8 വയസ്സുള്ള ആ കുഞ്ഞു പോലും താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആശുപത്രിയിലെ ഡോക്ടറോടും നേഴ്സുമാരോടും എല്ലാം പറഞ്ഞു എന്നാണ് അവൻ്റെ അച്ഛൻ പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒന്നും അവർ ചെയ്യാതിരുന്നത്? വേണ്ടത്ര ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിക്ക് രക്ഷപ്പെടാമായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ഒരു സമൂഹമായി മാറാതെ ആ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങൾക്ക് പ്രതിവിധി കാണലാണ് ചെയ്യേണ്ടത്. അതിന് നമ്പർ 1 കേരളം ഇനിയും വളരേണ്ടിയിരിക്കുന്നു.